എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൂര മീൻ ഉലർത്തിയതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാൻ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകൊന്ന് ചേർത്ത് കൊടുക്കാം. കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ആ സമയത്ത് ഒരു സവാള വളരെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൂടുതൽ ബ്രൗൺ ഷെയ്ഡ് ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി. ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. 1 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ തക്കാളിയാണ്. ഈ തക്കാളി ഒന്ന് വഴന്ന് വരാനായിട്ട് ഒരു 3 മിനിറ്റെങ്കിലും എടുക്കും. നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നമുക്കിത് ഒന്ന് അടച്ച് വെച്ച ശേഷം വേവിച്ചെടുക്കാം. തക്കാളി ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ട്യൂണ ചേർത്ത് കൊടുക്കാം. ട്യൂണ ഇൻ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചത്. ഇതിലുണ്ടായിരുന്ന ഓയിൽ മുഴുവനും നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഈ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ നെറ്റ് വെയ്റ്റ് 185 ഗ്രാമാണ്. ഡ്രെയിൻഡ് വെയ്റ്റാണ് 130 ഗ്രാം. ഇതിനെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇത് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. ഞാനിവിടെ ഉപയോഗിച്ച ഈ ക്യാൻഡ് ട്യൂണയിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ട്യൂണയിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ട്യൂണ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. എനിക്ക് കുറച്ചുകൂടി ഇത് ചിക്കി വറുത്തെടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു 4 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചിക്കി വറുത്തെടുക്കുകയാണ്. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞു. ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. 1 മാസം കൊണ്ട് ഈ ചാനലിൽ 100 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെനിക്ക് തന്ന ഈ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലെ തന്നെ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക.
ഡെലിഷ്യസ് റെസിപ്പീസ് എന്നുള്ള ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.